ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്പൈസിയായ ഈ റെസിപ്പി ശരിക്കും ബ്രെഡ് പോള തന്നെയാണ്. ബ്രെഡ് പോള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ശരിക്കും 2 ഫില്ലിങ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടിയതെന്നേ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസുള്ള സവോളയും പിന്നെ കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് വേവിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊരു മീഡിയം സൈസിൽ ചൂടാക്കി വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതേപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. എന്നിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എല്ലാതും ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് കേട്ടോ ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളൊക്കെ ഒന്ന് വഴറ്റി വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. അപ്പോൾ തന്നെ നമ്മൾ സവോളൊക്കെ ഒന്ന് കണ്ടോ ഇച്ചിരി കളറ് മാറൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് മാറിയ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ അരച്ച് വെച്ചില്ലേ അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കണം ചെറുതായിട്ട് കടിക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കണത്. എന്നിട്ട് ഇതിലോട്ട് മല്ലിപ്പൊടിയും അതേപോലെ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മസാലയുടെ എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇടേണ്ടത് ചിക്കനാണ്. അപ്പോൾ ചിക്കന് എന്താ പറയുക ഒരു 10-20 മിനിറ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അപ്പോൾ ഒരു കപ്പോളം ഉണ്ടായിരുന്നു ചിക്കന്. അപ്പോൾ ഇതൊന്ന് കൈയെടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് നന്നായി ഒന്ന് മസാലയൊക്കെ ഈ ചിക്കനിലോട്ടൊന്ന് പിടിച്ചെടുക്കട്ടെ. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് ചിക്കൻ മസാല മാത്രമാണ്. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ബോയിൽ ചെയ്യാണ്ട് നമുക്ക് ചിക്കൻ നേരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് ചമ്മന്തി പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതും അതിലോട്ട് നമുക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മതി. പിന്നെ അതിലോട്ടൊരു 3-4 കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ അതേപോലെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് ജീരകവും ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ടൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, നമുക്കൊരു 5 മുട്ട എടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയാണ്. അതിലോട്ട് 4 ടേബിൾ സ്പൂണ് പാലും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ കുരുമുളകും ഇട്ടിട്ടാണ് നമ്മൾ ഈ മിക്സ്ചർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാലും മുട്ടൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമ്മൾ മുട്ടയുടെ അളവും ചിലപ്പോൾ കൂടുതലും കുറയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ആവശ്യം വന്നത് ഒരു 5 മുട്ടയാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഞാനിതേപോലെ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളർ സ്ഥലങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഫ്രൈങ് പാൻ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരിത്തിരി എണ്ണ ഒന്ന് തൂവാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ 4 എണ്ണം ഇങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 12 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്കൊന്ന് ചെറിയ ഈ കുഞ്ഞു ഗ്യാപ്പില്ലേ അതിലോട്ട് ഇങ്ങനെ മുട്ട ഒഴിച്ചു കൊടുക്കാം, മുട്ടയുടെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ തീ നല്ല കുറവിലായിരിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതേപോലെ കരിയും ചെയ്യും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചിക്കൻ്റെ സ്റ്റഫ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇതിന് മേലെ അടുത്ത ബ്രെഡ് ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഞാനിവിടെ നേരത്തെ ചമ്മന്തി റെഡിയാക്കിയില്ലേ, ആ ചമ്മന്തിയാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റ് തന്നെയാണ്. കാരണം ചമ്മന്തിയും മുട്ടയും അതേപോലെ ചിക്കനും നല്ല എരിവൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ വീണ്ടും ഞാൻ ഈ സെയിം സ്ഥലത്ത് ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. കുറച്ച് മുട്ട ബാക്കിയുണ്ടായിരുന്നു, ആ മുട്ട എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു 10-20 മിനിറ്റ് നല്ല ലോ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇടണം, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. ചമ്മന്തിയുടെ ടേസ്റ്റും അതേപോലെ നമ്മളെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത് ഇഫ്താറിനൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് കുറച്ച് മതി നമ്മളെ വയറങ്ങോട്ട് ഫുള്ളാവാൻ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബൈ.